നിമുകുന്ദൻ തിരക്കഥ കൊടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടത് ശരിക്കും ദുഃഖം ഉണ്ടാക്കിയോ? എന്തിനാ ദുഃഖിക്കണത്? എൻ്റെ അടുത്ത് പറയണം എനിക്ക് അങ്ങോട്ട് വരാൻ ടൈമില്ല, ഞാൻ ഒരാളിനെ അയക്കാം സ്ക്രിപ്റ്റ് കൊടുക്കാൻ, ഇത്രയും വർഷം കുത്തിക്കുന്നുണ്ട്, ആരെങ്കിലും വരുമ്പോഴെടുത്ത് കൊടുക്കാനുള്ള ആ മര്യാദ അയാൾക്ക് തോന്നിയില്ല. എന്നെക്കാൾ എത്ര വർഷത്തിന് ശേഷം ഫിലിമിൽ വന്ന ഒരാളാണ് ഞാൻ. 66 വന്നു, അയാളെപ്പോഴും വന്നു. പണ്ടൊക്കെ ഈ സീനിയേഴ്സിന് ഒരു ഇതുള്ള ആളുകളുടെ അടുത്തൊരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാനൊരു വിമുഖത കാണിച്ച സ്ഥിതിക്ക് ഇനി ആരാ ഉണ്ടാവുക? അതൊക്കെ ശരിപ്പെടുത്തി തരാം, നിങ്ങൾ പ്രൊഡ്യൂസറെ കൊണ്ടുവരും. ഓ പറഞ്ഞോളൂ. യങ് ജനറേഷൻ്റെ അഭിപ്രായം കണ്ടില്ലേ ഉടനെ വന്നത്? അല്ല, പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കാൻ പോകണേ ഉള്ളൂ എന്നായിട്ട് അടൂർ സാർ പറഞ്ഞു. ആരെടുത്തും പോണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയായിരുന്നു മമ്മൂട്ടി. അപ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും കാണണം, അടൂർ സാറിനോടുള്ള വിശ്വാസം എല്ലാം കൊണ്ട് ആ പ്രോജക്റ്റ് അദ്ദേഹം ചെയ്തു. ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ മമ്മൂട്ടി കമ്പനി ഡിസൈൻ ചെയ്ത പോലെ ഡിസൈൻ ചെയ്യണം. വളരെ റിച്ചായിട്ട് ആണ്. മാന്യതയും ക്വയറ്റും ഡിസിപ്ലിനും ഒക്കെ അവിടെ നിറഞ്ഞു നിന്നു. അത്ഭുതമാണ് ആ മനുഷ്യൻ. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെ നിങ്ങൾ ചോദിച്ചോ. അദ്ദേഹത്തിനേക്കാളും 4-5 വയസ്സ് താഴെയുള്ള ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ എനർജി പോകുന്ന ഒരു സമയമുണ്ട്, അതുവരെയൊക്കെ പിടിച്ച് നിൽക്കാം, അത് കഴിഞ്ഞാൽ നമ്മൾ പാടിപ്പോവും. ഇത് ഇദ്ദേഹം നമുക്ക് എണീറ്റ് വന്ന് അഭിനയിച്ച് കാണിച്ച ആ ഡെപ്ത് ഉണ്ടല്ലോ, ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ വർഷം മധു സാറിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അഭിനയം മടുത്തു, എനിക്ക് ഈ സൂപ്പർ താരങ്ങളുടെ അച്ഛനാവുകയും അവരുടെ മെൻറ്റർ ആവുകയും അവസാനം ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് മരിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്ത് മടുത്തു, അതുകൊണ്ട് ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നാണ്. സാറിന് അങ്ങനെ ഒരു ഇമോഷൻ? എനിക്ക് മധു സാറിനെ പോലെ അത്രയും അവസരങ്ങൾ കിട്ടി മതിച്ച് നടന്ന ആളല്ലല്ലോ. എനിക്ക് അത്യാവശ്യം ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. എനിക്കങ്ങനെ മതിച്ച് നടക്കത്തക്ക വിധത്തിലുള്ള ഒരു വിരക്തി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഈ അവസരങ്ങൾ നമുക്ക് കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ അവസരങ്ങൾ തേടി നടക്കാനും ചാൻസ് വിളിച്ച് ചോദിക്കാനൊന്നും വയ്യ, കാലമൊക്കെ കഴിഞ്ഞു, 10-20 വർഷമായില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ഒരു 20ാമത്തെ വയസ്സിൽ മദ്രാസിൽ സിനിമയിലെത്തിയ ആളാണ് ഞാൻ. 66 68 ഫസ്റ്റ് പടം പുറത്തു വന്നു, കണ്ണൂർ ഡീലക്സ്, അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 151 പടങ്ങൾ ഇപ്പോൾ ചെയ്തു, ഡയറക്റ്റ് ചെയ്തു, എല്ലാം ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനി ഞാൻ പോയിട്ട് എല്ലാവർക്കും അറിയാം ഞാനൊരു നടനാണെന്ന്, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കില്ലേ അവർ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് പറ്റിയ റോളുകളും ആ സിനിമകളിൽ വളരെ കുറവാണെന്നാണ് പറയുന്നത്, പ്രായമായവരുടെ ഉള്ളവർ. ഞാനായിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് 1-2 പടം ചെയ്തു. അപ്പോഴാണ് അടൂർ സാറ് വിളിച്ചിട്ട് നല്ല ഒരു റോള്, ഈ മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടം പദയാത്ര, അത് KV മോഹൻകുമാറിൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ഒരു രണ്ടും കൂടെ ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ്, പേരിട്ടത് അടൂർ സാറാണ്. പദയാത്ര എന്ന നോവലിൻ്റെ പേര് മാറ്റിയത് മറ്റുള്ളൊരു ഇതാണ്. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. അതിൽ തോട്ടത്തിൽ ഊന്ന നായർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യണത്. അത് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു റോളാണ്. ഒരു നടന് ചലഞ്ചായിട്ട് പറയാൻ കഴിയുന്ന മുഹൂർത്തങ്ങളുണ്ട് അതിനകത്ത്. ഒരുപാട് ആദിവാസി സമൂഹത്തിലെ നടന്മാരെ എനിക്ക് അതിനെപ്പറ്റി കഥയൊന്നും അറിയില്ല കേട്ടോ. സാറിൻ്റെ അങ്ങനെ ഒരു കഥ കഥയൊന്നും പറഞ്ഞു തരില്ല എനിക്ക്. എന്നോട് ആരും കഥയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ക്യാരക്ടർ എന്നതാണ്, ഒരു ജന്മിയാണ്. ഈ ഭൂമിയുടെയൊക്കെ ഈ മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിക്ക് ആശുപത്രിയൊക്കെ കെട്ടാനായിട്ട് സ്ഥലം കൊടുത്തതൊക്കെ ഞാനാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അത് എങ്ങനെ വരണമെന്നൊന്നും പിന്നെ ഞാൻ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും മറ്റുള്ളവർ അഭിനയിച്ചതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് മമ്മൂട്ടിക്ക് വളരെ നല്ല അടുത്ത അവാർഡ് വാങ്ങിക്കാൻ സ്കോപ്പുള്ള റോളാണെന്ന്, ഒരു ഗാന്ധിയന്റെ റോളാണെന്നൊക്കെ കേൾക്കുന്നു. വളരെ ലോകത്ത് സ്നേഹം
ചെരിഞ്ഞു നടക്കുന്ന ഒരാളിൻ്റെ റോളാണെന്ന് കേൾക്കുന്നു. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഡേറ്റ് വാങ്ങിക്കാൻ ഞാൻ അറിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഇന്ന് ഡേറ്റ് വാങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, വായിച്ചാൽ കഴിഞ്ഞിട്ട് അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞു പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചു. അല്ല, പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കാൻ പോകണേ ഉള്ളൂ എന്നായിട്ട് അടൂർ സാർ പറഞ്ഞു. ആരെടുത്തും പോണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയായിരുന്നു മമ്മൂട്ടിക്ക്. അപ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും കാണണം, അടൂർ സാറിനോടുള്ള വിശ്വാസം എല്ലാം കൊണ്ട് ആ പ്രോജക്റ്റ് അദ്ദേഹം ചെയ്തു. അതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം പറയാനുള്ള, ആ പ്രൊഡക്ഷനിൽ പോയി അഭിനയിച്ചപ്പോഴാണ് നമ്മൾ പ്രൊഡക്ഷൻ ഇവിടെ ഒരുപാട് പരാതികൾ പറയണം, കാശ് കിട്ടണില്ല, അത് കിട്ടണില്ല, ഇത് കിട്ടണില്ല, മറ്റേത് കിട്ടണില്ല. ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യണമെങ്കിൽ മമ്മൂട്ടി കമ്പനി ഡിസൈൻ ചെയ്ത പോലെ ഡിസൈൻ ചെയ്യണം. ഡയറക്ടർക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കും. ഇന്ന ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ആൾക്കാർ പോയി ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചു, ഡയറക്ടറെ കൊണ്ട് കാണിച്ച് സംതൃപ്തനാണെങ്കിൽ അവിടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നു. അവിടെ സെറ്റ് ഇടണമെങ്കിൽ സെറ്റ് ഇടണം. അവിടെ ഇത് നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊക്കെ കാരവനും സൗകര്യങ്ങളും ഒക്കെ തന്നു. വളരെ റിച്ചായിട്ട് ആണ്, അല്ല ഒരു കാര്യവുമില്ല. തന്നു. മാന്യതയും ക്വയറ്റും ഡിസിപ്ലിനും ഒക്കെ അവിടെ നിറഞ്ഞു നിന്നു. മറ്റേത് ഇപ്പോഴുള്ള സിനിമയിൽ പോയാൽ, ഞങ്ങളുടെ പഴയ മദ്രാസ് കാലമല്ല ഞാൻ പറയണത്, ഇപ്പോഴത്തെ അല്ലാത്ത സെറ്റുകളിലൊക്കെ പോയ ഒരുപാട് ശബ്ദങ്ങളാണ്. ഷൂട്ടിംഗ് നടക്കുമ്പം എന്നെ തൊട്ടടുത്ത് നിന്ന് ആളുകൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതല്ല, വളരെ ഡിസിപ്ലിനായിട്ട് ഒരു നിശബ്ദത നിലനിർത്തുകയും ആളുകളെല്ലാം അതിൻ്റെ മാന്യതയനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്തു. ആർക്കും കാശ് കൊടുക്കുന്നില്ല, ചിലവ് കൊടുക്കുന്നില്ല, അതൊന്നുമില്ല പ്രശ്നം. നമ്മളുടെ റോള് തീർന്ന് നമ്മൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കൊണ്ട് ഫുൾ തുക നമ്മുടെ ബാങ്കിൽ വരികയാണ്. എന്തൊരു നല്ല രസമുള്ളൊരു സംഭവമാണ്. ആലോചിച്ച് നോക്കൂ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ആളിൻ്റെ അടുത്ത് നമ്മൾ കാശ് പോലും പറയണ്ട. അവർ നമ്മൾ ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്ന രൂപകളെ പറ്റിയൊക്കെ വിവരമുള്ളവരാണ് അവർ, മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറഞ്ഞ്. അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്ത റോളും അനുസരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാശ് ബാങ്കിൽ വരും. എന്ത് രസമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. പൂർണ്ണമായും പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. മനോഹരമായ ഇതെല്ലാവരും പകർത്തണം. ഇവിടെ വണ്ടി വരും, നമ്മളെ കയറ്റും, ലൊക്കേഷനിൽ കൊണ്ടുപോകും, നല്ല ഹോട്ടലിൽ താമസിക്കുക. അത് കഴിഞ്ഞാൽ സെറ്റിൽ ചെന്ന കാരവൻ, നമ്മളവിടെ നിശബ്ദമായിട്ട്, അപ്പോൾ നമ്മളവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. അവിടെ കിടന്ന് ഉറങ്ങേണ്ടെങ്കിൽ ഉറങ്ങുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. സമയമാകുമ്പം വിളിക്കണം, കൊണ്ടുപോകണം, അഭിനയിപ്പിക്കണം. ഒരു സീൻ അഭിനയിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. അതായത് ഒരു വളരെ ശക്തമായ ആ സിനിമയിൽ എടുക്കേണ്ടത് അതൊരു പുതിയ രീതിയിലാണ്. സാധാരണ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു നക്സലൈറ്റ് ആക്രമണമൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇത് ഒരു പുതിയ ഞാൻ എൻ്റെ കൂടുതൽ പറയുന്നില്ല, സംവിധാന മേഖലയിൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് ആ സീൻ എടുക്കുകയാണ്. അപ്പോൾ ആ സീൻ എൻ്റെ ഒരു സീനാണ്. ആ സീനിൽ ഈ രാത്രിയിൽ ഇയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ആ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇയാളുടെ മുഖത്ത് വരുന്ന വികാരങ്ങളിലൂടെയൊക്കെയാണ് കാണിക്കുന്നത്. അത് ഞാനൊരു വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം പിടിപെടുകയും ഒരു സർജറിയെ കഴിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന ആളാണെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ രാത്രിയൊക്കെ വൈകി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 8 മണി വരെയൊക്കെ പരമാവധി പിടിച്ച് നിൽക്കാമെന്നുള്ളത് കഴിഞ്ഞ് നിൽക്കാൻ. ഇത് ഒരു 10 മണി കഴിഞ്ഞു ഈ സീൻ എടുക്കുമ്പോൾ. അപ്പോൾ സാറ് പറഞ്ഞു തരുന്നതനുസരിച്ച്, അദ്ദേഹമാണെങ്കിൽ എന്നെക്കാളും പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തന്ന് ഈ രാത്രിയിൽ നിൽക്കുന്ന എനർജി ഉണ്ടല്ലോ, സമ്മതിക്കണം. അതിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ അന്ന് സീൻ എടുത്തപ്പോഴത്തേക്ക് ആക്ച്വലി എൻ്റെ അഭിനയം പോരാ, പക്ഷേ എൻ്റെ അവശത മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം അന്ന് ഇത് മതി എന്നുള്ള കണ്ടീഷനിൽ അങ്ങ് വിട്ടു. പക്ഷെ എന്നിട്ട് എന്നെ നാട്ടിലേക്ക് അയച്ചു. 2 ദിവസം കഴിഞ്ഞ് ഇവിടെ കാറ് വന്നു, ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കാരവനിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അവിടെ ഷൂട്ടിംഗ് ഒക്കെയാണ് പകൽ. ഞാനവിടെ കിടന്നു. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് ഈ സീൻ എടുത്തു. അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഫ്രഷായിട്ട് ഈ സീൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ചേഞ്ച് പടത്തിൽ കാണാം. എനർജറ്റിക് ആയിട്ട് ചെന്നപ്പോഴത്തേക്ക് ആ സീൻ ഗംഭീരമായിട്ട് എനിക്കും നല്ല ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞു. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ച് കാണിച്ച്, കണ്ടോ
വ്യത്യാസം കണ്ടോ? വ്യത്യാസം കണ്ടതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ അന്ന് എനിക്ക് പറ്റും, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പുതിയ സിനിമകൾ കാണാനും അതിൽ നിന്ന് പഠിക്കാനും അത് മനസ്സിലാക്കാനും അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള സിനിമാ സങ്കേതങ്ങളെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് പുതിയൊരു ഭാഷ്യം ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഫയർ അടൂർ സാറിൽ ഇപ്പോഴും നേരിട്ട് കാണാനായി. അയ്യോ, ആ അത്ഭുതമാണ് ആ മനുഷ്യൻ. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെ നിങ്ങൾ ചോദിച്ചു നോക്കും. അദ്ദേഹത്തിനേക്കാളും 4-5 വയസ്സ് താഴെയുള്ള ആളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എനർജിയും ആ ബുദ്ധി ചൈതന്യതയും എനിക്ക് കാണിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ എനർജി പോകുന്ന ഒരു സമയമുണ്ട്, അതുവരെയൊക്കെ പിടിച്ച് നിൽക്കുക, അത് കഴിഞ്ഞാൽ നമ്മൾ പാടിപ്പോകും. ഇത് ഇദ്ദേഹം നമുക്ക് എണീറ്റ് വന്ന് അഭിനയിച്ച് കാണിച്ച ആ ഡെപ്ത് ഉണ്ടല്ലോ, ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോരുത്തരും മഹാന്മാരാവുന്നതിൽ ചെറിയ കാര്യമൊന്നുമല്ല, അതിൻ്റെ ആ മഹത്വം അവരിൽ ഉള്ളത് കൊണ്ടാണ്. അടൂർ സാറൊക്കെ കാലത്തിനതീതമായി നിലനിൽക്കുന്ന ഒരു നമ്മുടെ അവിടെ എപ്പോഴായാലും എന്ത് രീതിയിലായാലും അംഗീകരിക്കേണ്ട ഒരു സംവിധായക പ്രതിഭ തന്നെയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ പോയ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ എടുത്ത ചില നിലപാടുകൾക്കും വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ട സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുമായിരുന്നു സാറും? ഞാൻ അതിലൊന്നും സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ അനുകൂലിക്കാനോ ഒന്നും പോകാനുള്ള ഒരു അവസരം അങ്ങനെയൊക്കെ കയറി എല്ലാത്തിലും ചാടുന്ന ആളല്ല ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് എന്നെ സ്പർശിക്കുന്ന പ്രധാനമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒന്നിലും അങ്ങനെ കയറി ചാടാൻ ഇൻട്രസ്റ്റ് അല്ല ഞാൻ. കാരണം ചാടണമെങ്കിൽ എന്നും ചാടണം ഇവിടുത്തെ രാഷ്ട്രീയം അനുസരിച്ച്. ഈ രാഷ്ട്രീയം അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയം അല്ല, ഈ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഒരു അപജയം വന്നോടം തന്നെ അത് കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്ത് പോയിട്ട് അതിനേക്കാളും കുഴിയിൽ ചെന്ന് വീഴാനൊന്നും തയ്യാറല്ല. നമ്മുടെ ഇടതുപക്ഷം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം ഇടതുപക്ഷത്തിലേക്ക് വരണമെന്നല്ല ഞാൻ പറയണത്. ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ആയിക്കോട്ടെ, ഈ ആ പക്ഷത്തേക്ക് വരണവരുടെ നാണക്കേടിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ പൊതുരംഗത്തോ വന്ന് മുദ്ര പതിപ്പിക്കാനെന്ന ഒരു കാര്യവും ചരിത്രരേഖകളൊന്നും ഉണ്ടാക്കാതെ സുപ്രഭാതത്തിൽ നമ്മൾ ഈ പഠിച്ച് IAS കിട്ടി മറ്റേ ഇതാവുന്നില്ലേ, സെക്രട്ടറി ആവുന്നില്ല, അതേപോലത്തെ ഒരു ലെവൽ നമ്മൾ കണക്കാക്കി രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത്. എന്നിട്ട് വേണ്ടാത്തതിനൊക്കെ കയറി വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറയുക. എന്ത് ചെയ്തിട്ടാണ് ഇവർ നാട് നന്നാകാൻ വരണമെന്നും ഇവരുടെ എന്താണ് പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, അനേകകാലം അവർ നാടിനെ സേവിച്ച് അവർ ഒന്നും ചെയ്യാതെ ഈ പാർലമെൻ്ററി സ്ഥലങ്ങളിൽ വരാതെ തന്നെ അവരെ നമുക്കറിയാം നാടിന് സേവ ചെയ്യുന്നവരാണെന്ന്. നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കേട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞ് നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്ന രീതിയിലായി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും അവരൊരു പാർലമെൻ്ററി സ്ഥലത്തേക്ക് നമ്മൾ അവരുടെ പേര് കേൾക്കുന്നത്. ഇന്നെന്താണ് ഇപ്പോൾ കർണൻ അല്ലാതെ ഇനി ഒരു തിരക്കഥ എഴുത്തോ ഒരു പുതിയ സിനിമാ ശ്രമമൊക്കെ ഉണ്ടാവുമോ? ഒരു മ്യൂസിക്കൽ കോമഡി ആയിട്ടുള്ള ഒരു സാധനം ഞാനും വേണു നാഗവള്ളിയും, കഥ എൻ്റെതാണ്, അത് ഞങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻ്റർവെൽ വരെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഏതെങ്കിലും ഒരു നല്ല സംവിധായകൻ ആവശ്യപ്പെട്ട് വന്നാൽ കൊടുക്കും. 1-2 പേര് അതൊന്ന് കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് സമയം കണ്ടെത്തി നമ്മളെ സമയത്തിനനുസരിച്ച് വരികയാണെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കും. അത് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും, അത്ര തന്നെ. ഈ ഉണ്ണിമുകുന്ദൻ തിരക്കഥ കൊടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടത് ശരിക്കും ദുഃഖം ഉണ്ടാക്കിയോ? ദുഃഖമൊന്നും എനിക്ക് ഉണ്ടാക്കിയില്ല. എന്തിനാ ദുഃഖിക്കണത്? അതൊരു അനാദരവായി തോന്നിയോ? അയാളെ അത് പിന്നോട്ട് തോന്നൂല്ലേ? എന്നെക്കാൾ എത്ര വർഷത്തിന് ശേഷം ഫിലിമിൽ വന്ന ഒരാളാണ് ഞാൻ. 66 വന്നു, അയാളെപ്പോഴും വന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചവരാണ്, മനസ്സിലായോ? ഒന്നിച്ച് അഭിനയിക്കുകയും ചേട്ടാന്ന് വിളിച്ച് വളരെ കാര്യമായിട്ട് നടക്കണ ഒരാൾ. അതും വിജയരാഘവൻ വിളിച്ച് പറഞ്ഞതനുസരിച്ചാണ് അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്യണത്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോൾ വന്നാലും അയാളോടുള്ള സ്നേഹം കൊണ്ട് വായിച്ച് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞ ആളാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു ഞാൻ വളരെ ബിസിയാണ്. അന്ന് ആ പടം സക്സസ് ആയല്ലോ, ഈ ശബരിമലയിലെ അത് കിടന്നുകൊണ്ടങ്ങോട്ട് സക്സസ് ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറയണം എനിക്ക് അങ്ങോട്ട് വരാൻ ടൈമില്ല, ഞാൻ ഒരാളിനെ അയക്കാം സ്ക്രിപ്റ്റ് കൊടുക്കാൻ, ഇത്രയും വർഷം കുത്തിയിരുന്നുണ്ട് ആരെങ്കിലും വരുമ്പോഴെടുത്ത് കൊടുക്കാനുള്ളതാണ്. ആ മര്യാദ അയാൾക്ക് തോന്നിയില്ല. അതിന് ഞാനൊന്നും എനിക്ക് അല്ലേ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്കതിൽ ദുഃഖവും ഇല്ല, അയാളുടെ വിഷമവും ഇല്ല.
അയാൾ അവിടെ ഒരു വിരോധവും ഇല്ല എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നും ആവരുത്. മനസ്സിലായോ? അതാണ് ഇന്നത്തെ തലമുറയിൽ കാണുന്ന ആ ഒരു പണ്ടൊക്കെ ഈ സീനിയേഴ്സിന് ഒരു ഇതുള്ള ആളുകളുടെ അടുത്തൊരു വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒന്ന് കുറഞ്ഞു വരുന്നു. എല്ലാ മൂല്യച്യുതിയുടെയും ഒരു ഭാഗമായിരിക്കാം. ഇനി ആരാ ശരിക്കും ഇപ്പൊ കർണനാവേണ്ടത്? ഇപ്പൊ നമുക്ക് ചെയ്യാനൊരു വിമുഖത കാണിച്ച സ്ഥിതിക്ക് ഇനി ആരാ ഉണ്ടാവുക? അതൊക്കെ ശരിപ്പെടുത്തി തരാം. നിങ്ങൾ പ്രൊഡ്യൂസറെ കൊണ്ടുവരൂ. ഓ ആ ആ ആ പറഞ്ഞോ. ടൊവിനോ തോമസ്. ആ. യങ് ജനറേഷൻ്റെ അഭിപ്രായം കണ്ടില്ലേ ഉടനെ വന്നത്. നമ്മളുടെ അഭിപ്രായം അതാവണമെന്നൊന്നുമില്ല കേട്ടോ. ആ, ആ, ആ. നമ്മളുടെ പ്രൊഡ്യൂസർ വരട്ടെ. പ്രൊഡ്യൂസർ വന്ന് ഫൈനലൈസ് ചെയ്യാതെ ഇനി ഇതിൻ്റെ ഫോണിൽ, കാരണം 5 വെർഷൻ എഴുതിയിരിക്കുകയാണ്. 5 വെർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഉം, ഉം, ഉം. ആദ്യം 94 എഴുതിയ ഈ 4.5 മണിക്കൂർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൈവച്ചാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഉം, 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 ഉം. ആ നിലയിലായി. അത് കഴിഞ്ഞ് 2ാമത് എഴുതിയത് 3ാമത് എഴുതിയത് എല്ലാം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലായില്ലേ? അത്രയും വർക്കൗട്ട് ചെയ്ത സാധനമാണ്. ഇനി അതിനകത്ത് കിടന്നുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചുമ്മാ ഇരിക്കുക. വല്ല വിധി ഉണ്ടെങ്കിൽ വന്നോട്ടെ. വന്നാൽ കൊടുക്കാം. കാശ് തന്നാൽ കൊടുക്കും. അതല്ലാതെ അതിനകത്ത് വേറെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. സിനിമ ആഗ്രഹിക്കുന്നവരോടെ സിനിമയെ എങ്ങനെ സമീപിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും കാലം സിനിമയിൽ നിന്ന് അതായത് എൻ്റെ അനുഭവം വെച്ചും ഞാൻ വന്ന രീതി വെച്ചും ഇന്നിപ്പോൾ ഒരു അഭിപ്രായം പറയാൻ ഒക്കില്ല. ഓക്കെ. കാരണം സിനിമയും സിനിമയുടെ സ്റ്റൈലും അതിലേക്ക് വരുന്നവരുടെ രീതിയൊക്കെ മാറിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ജീവിതം ഗാംബിൾ ചെയ്യാണ്. ആരെങ്കിലും പണ്ട് കാലത്ത് കലാരംഗത്ത് ഇറങ്ങി ജീവിതം ഉണ്ടായിക്കളയാന്നും പറഞ്ഞ് പോകും. മദ്രാസിലൊന്നും ഒരു എത്തും പിടിയില്ലാത്ത നഗരത്തിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ആരുടെ അനുവാദം ഇല്ലാതെയൊക്കെ കുറച്ച് കാശ് എന്താ പുറപ്പെട്ടു പോകും പോലെ പോയി ചെന്ന് പിടിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു നഗരത്തിൽ ചെന്ന് പെട്ട് കണ്ട് പരിചയപ്പെട്ട് പിന്നെ ഒരിടം കണ്ടെത്തി താമസമുറപ്പിച്ച് പിറ്റേ ദിവസം മുതൽ ഈ സിനിമയുടെ സ്ഥലങ്ങളും ആളുകളെയും തേടി നടന്ന് കണ്ട് ബന്ധങ്ങളുണ്ടാക്കി ഈ പട്ടിണി കിടന്ന് കൂട്ടായ്മ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കടന്നു വന്നവരാണ്. അതൊക്കെ ഇന്നുള്ളവരുടെ പുറകെ പോകും. അപ്പം എനിക്കെന്ത് ഉപദേശിക്കാൻ അർഹത? എൻ്റെ അനുഭവങ്ങൾ വെച്ചുള്ള ഉപദേശത്തിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സൗകര്യം പോലെ ചെയ്യുക, നിങ്ങൾ അനുഭവിക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ജിയോയിലൂടെ മറ്റേ ഇതിൽ കാണാറുണ്ട്, സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്. ഈ കൊച്ചു ചില സിനിമകൾ വളരെ ഇഷ്ടപ്പെടാറുണ്ട്. ഈ പുതിയ ജനറേഷൻ കൊച്ചു സിനിമകൾ ഒന്നുമില്ല. ഒരു സാധനം എന്തായാലും ഭീമൻ്റെ ഇടവഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നാളത്തെ ഒരു പടം കണ്ടല്ലോ, നമ്മളവിടെ ഇരുന്ന് ചിരിച്ച് അപ്പം നീ പറഞ്ഞു ആ നടൻ മറ്റേ പടത്തിലുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ അറിയപ്പെടാത്ത ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം, ഒരു രസമൊക്കെ തോന്നുന്നുണ്ട്. അല്ലാതെയുള്ള പടങ്ങളൊന്നും എനിക്ക് യോജിക്കാനേ ഒക്കില്ല. എൻ്റെ മറ്റേ എന്തോന്നാണ് നിങ്ങൾ പറയണം, ഒരാൾ കൈ ഇന വീശിയ ആകാശത്തിൽ തട്ടിയിട്ട് തിരിച്ചു വന്ന് വീണ് അവൻ ചെതറിപ്പോവും. അത്രയും ഹൈറ്റിൽ നിന്ന് വന്ന് വീണ് എന്നിട്ടും അവൻ അടുത്തടിച്ചു ഒന്ന് അടിക്കാൻ നിൽക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഇത് മനുഷ്യ ഇത് കാണിക്കുന്നതല്ല. ചുമ്മാ എക്സാജറേഷനും ഓവർ ഫൈറ്റിങ്ങും ഓവർ കാര്യങ്ങളുമൊക്കെ. അത് സിനിമ ഒരു സൗന്ദര്യശാസ്ത്രമുള്ള കലയല്ലേ. അത് മനുഷ്യ മനസ്സിൻ്റെ സൗന്ദര്യത്തെ തൽപ്പങ്ങളെ ഇങ്ങനെ തൊട്ടുണർത്തുകയൊക്കെ ചെയ്യണം. അപ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖമുള്ള. അതിനകത്ത് കടന്നു വരുന്ന സംഗീതം അങ്ങനെ ഒരു കൊച്ചു നദി ഒഴുകുന്നത് പോലെ കാതൽ സൗന്ദര്യാത്മകമായിരിക്കണം. സൗന്ദര്യാത്മകത എന്താണ്? ഏറ്റവും ക്രൂരത കാണിക്കുമ്പോഴും അതിനൊരു സൗന്ദര്യാത്മകത ഉണ്ടാവാം. താഴ്വാരത്തിൽ ഭരതൻ ചെയ്ത പോലെ. ആഹാ, എന്താ അസാധ്യ പടമാണ്. എന്തിനു പറയണം, ഈ ബ്രഹ്മയുഗം ഇല്ലേ, അതിൽ ആ മമ്മൂട്ടിയെ ചാരുകസേരയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഒന്നും വേണ്ട, അയാളുടെ ഒരു ഉഗ്രം പടം വന്നു ഈ അടുത്ത കാലത്ത്, ഒരു കളങ്കാവൽ. അതിനകത്ത് ആ സിഗരറ്റ് അടിച്ചു പിടിച്ചുകൊണ്ടുള്ള ഒന്നും വേണ്ട. അപ്പം എന്നെ വിശ്വാസം ഇല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഞാൻ ഇപ്പം ഇത്തവണ മമ്മൂട്ടിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്നു. അയാൾ കൊലയൊക്കെ ചെയ്തിട്ട് ഇരുന്നത് ഇരിപ്പും കാര്യങ്ങളൊക്കെ ചില ഫോറിൻ ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇതോ അങ്ങനെ അതിനകത്ത് ആ സിഡ്നി പോയറ്ററുടെയൊക്കെ ഒരു ഡെപ്ത് ഉണ്ട് അഭിനയത്തിൻ്റെ സംഗതിയിൽ. എന്തൊരു ഇതാണ്. അയാളോ ഇങ്ങനെ
ഉരച്ചൊരച്ചെടുക്കുന്ന ആഴം കൂടുകയാണ് അഭിനയത്തിൽ. അതൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ. അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയിൽ അതിനകത്തൊരു സൗന്ദര്യശാസ്ത്രം നിലനിർത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അതല്ലേ നമ്മൾ ആസ്വദിക്കാനല്ലേ പോണത്, നമ്മൾ വെറുക്കാനല്ലല്ലോ പോകുന്നത്. എഴുത്തിനി ഉണ്ടാവോ? ഐ മീൻ പുസ്തകം എഴുത്ത് ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. നല്ല പൂർണ്ണ ആരോഗ്യമൊക്കെ കിട്ടി അങ്ങനെ വരികയാണെങ്കിൽ. ആരോഗ്യത്തിന് ഇപ്പൊ കാഴ്ചയിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. ഇങ്ങനെ ഇത് സംസാരിക്കുമ്പം പെട്ടെന്ന് എഴുതുക എന്ന് പറയുമ്പോൾ മനസ്സിലിരിക്കുന്ന സാധനത്തിന് നമ്മളിങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നല്ല സ്പീഡ് കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന അടുത്ത പിന്നെ എന്തിനു ചിന്തിച്ചിരുന്ന അങ്ങനെ ആയിപ്പോകും. അങ്ങനെ വരരുത്. മാത്രമല്ല ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മൾ ലൂസായിക്കൊണ്ടിരിക്കില്ലേ. അപ്പം പണ്ടൊക്കെ ഒന്ന് എഴുതാൻ ആലോചിക്കുമ്പോഴേ അത് മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സാധനം എഴുതി തീരുന്നവരെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ശാരീരികാവസ്ഥ വല്ലാത്ത അനുഭൂതിയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉണ്ടാവുന്നില്ല. എന്തായാലും കാച്ചിക്കുറുക്കിയ ആ കർണന് ഒരു കൃത്യമായ ഒരു നിർമ്മാതാവ് ഉണ്ടാവട്ടെ. അതൊക്കെ ഒരു ഇതായിട്ട് കണക്കൂട്ടുന്നില്ല. മനസ്സിലായില്ലേ? സാറിനെ പറയാം, ഞങ്ങളും പ്രതീക്ഷയോടുകൂടി ഈ തിരഞ്ഞെടുപ്പിനെയും എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു സംഗതി, നമ്മളൊക്കെ ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ ഒരുമാതിരി മേഘപടലങ്ങളിലും മാഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ എങ്ങനെ എന്നെ തേടിപ്പിടിച്ച് ഇത്രയും റിസ്ക് എടുത്തു വന്ന് എൻ്റെ ഇൻ്റർവ്യൂ വേണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ആ ഒരു ത്വര എനിക്ക് മനസ്സിലായില്ല. ഇനിയൊന്നും നമ്മളതൊന്നും ആരും വരില്ല എന്നുള്ള ഉദ്ദേശം. അത് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ പണ്ട് ദൂരദർശനിൽ ഇങ്ങനെ ഞായറാഴ്ച സമയങ്ങളിൽ ടെലിഫിലിം കാണിക്കുമായിരുന്നു, അവാർഡ് വിന്നിങ് ടെലിഫിലിംസ്. അപ്പോൾ സാറിൻ്റെ ടെലിഫിലിം കണ്ടിട്ട് സാർ ഇങ്ങനെ ഭയങ്കര അധ്വാനിച്ച് കുഴിക്കുകയാണ്, ഒരു കാക്കി ഷർട്ടൊക്കെ വിറക് വെട്ടാണ്, പിന്നെ കുഴിക്കുന്നുണ്ട്. അപ്പോൾ നിധിയൊക്കെ തേടി നിധി കാണിക്കുന്നില്ല. നിധി പെട്ടിക്കകത്ത് എന്താണ് എം പി നാരായണ പിള്ളയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പൊ അതിന് ഷാജിയൻ കരുൺ ദൂരദർശൻ ചലച്ചിത്ര ഭാഷയും കൊടുത്തിട്ട് അപ്പൊ യാത്ര നിധി കണ്ടിട്ടുള്ള ഇയാളുടെ ഈ ഒരു ആവേശവും ഇതും. അപ്പൊ പിന്നെ സാറിനെ നമ്മള് ഞാനൊക്കെ സിനിമ കാണുമ്പോഴുള്ള സമയത്തൊക്കെയും അങ്ങനെ ഒരു ഫുൾ ഓൺ ആവേശത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തായിരുന്നു ആ കാലവും ഈ കാലവും തമ്മിലുള്ളൊരു. എന്നെ ജനകീയനാക്കിയത് സത്യനന്ദിക്കാടിന്റെ പടമാണ്. അതെ, അച്ഛൻ്റെ. അതെ. അതിനു മുമ്പ് ഭയങ്കര റോള് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ജനങ്ങൾ കണ്ട് റീച്ച് ചെയ്തില്ല. സൂസന്ന ഒരു ഇതാണ്. പിന്നെ അതിൽ തന്നെ അയാളുടെ പടത്തിൽ, ടി വി ചന്ദ്രൻ്റെ പടത്തിലാണ് ആ പാടമൊന്നും വിലാമത്തിൽ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്. അതൊന്നും ആരും കണ്ടില്ല. ഇനി ഇപ്പോൾ അങ്ങനെ ആള് കാണുന്ന ഒരു ജനകീയമായ സിനിമയുടെ മുഖമായിട്ട് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എഴുതപ്പെടട്ടെ, എഴുതാൻ പറ്റട്ടെ, അങ്ങനെ ആയുർവേദം കൂടി ഉണ്ടാവട്ടെ. നേരത്തെ ഏതായാലും ഇങ്ങനെ മാഞ്ഞും തെളിഞ്ഞും ജീവിതത്തിൻ്റെ ആ അവസാന ഘട്ടങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കണം. ഞങ്ങളെപ്പോലെയുള്ളവരെ തിരഞ്ഞു പിടിച്ച് ഞങ്ങളാവശ്യപ്പെടാതെ ഞങ്ങളടുത്തേക്ക് വന്ന് ഞങ്ങളിലുള്ള സമയം കണ്ടെത്തി ഞങ്ങളെ വീണ്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുവാൻ എടുക്കുന്ന ത്വരയുള്ള നിങ്ങളെപ്പറ്റി എനിക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ പറയുന്നതിൽ നിന്ന് വല്ലതും കേട്ടോണ്ടിരിക്കാനെങ്കിലും കഴിയുന്ന മനസ്സ് കാണിക്കാൻ കഴിയുന്നെങ്കിൽ അത്തരം പ്രേക്ഷകരോടും ഇത് കാണുന്നവരോടും നന്ദി, നമസ്കാരം. നേരത്തെ നന്ദി, നല്ല നമസ്കാരം. പോരെ, നീ ഒരു നമസ്കാരം പറ. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.